ജയനെയും അവന്റെ കൂട്ടുകാരെയും വർഷങ്ങളായി എനിക്കറിയാം. എന്നെ എറിഞ്ഞത് അവരല്ല, അത് മറ്റാരോ ആണ്. ഞാനാണെന്ന് വിചാരിച്ചെറിഞ്ഞതുമല്ല. ഇല്ല സർ, സാറിന് തെറ്റുപറ്റിയതാണ്. അത് ജയൻ തന്നെയാ, എനിക്ക് ഉറപ്പാ. സുകുമാരക്കുറിപ്പാണെന്ന് കരുതി താൻ എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? 4. കേട്ടോ, കണ്ടെങ്കിൽ കണ്ടെന്ന് പറഞ്ഞാ മതി, കണ്ടില്ലെങ്കിൽ കണ്ടില്ല എന്ന് പറയണം. അത് മുഖത്ത് നോക്കി സംസാരിക്കണം. ജയനെ കണ്ടോ? ഞാൻ കണ്ടില്ല. ജയനെ പോലൊരാൾ. ജയനെ പോലെ ഒരാളെ അല്ല, ജയനെ കണ്ടോ? ഇല്ല സർ, ഇല്ല. ഇല്ല. ജയനെ പോലെ ഒരാളെ കണ്ടതിനാണ് ഇയാൾ ഈ കാട് വിളക്കി വന്നിരിക്കുന്നത്. അധികം സ്മാർട്ട് ആകരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടെ മനസ്സിലാകാതെ പോവും. മനസ്സിലായോ? ശരി സർ. തപ്പിക്കോ. നിങ്ങളല്ലാതെ വല്ലവരും ഇയാളൊക്കെ പറയുന്നിട്ട് വിശ്വസിക്കൂ? സാർ, നിങ്ങൾക്ക് ഇതൊരു തോട്ടത്തിന്റെ മാത്രം പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ച് പ്രസ്റ്റീജ് ഇഷ്യൂ ആണിത്. ജയനെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വിടുവോ സാർ? എന്തായാലും ഇത് മഹാബോറായി പോയി. വെറും ഒരു SIയും കൂട്ടി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയോട് കൂട്ടിച്ചോദിക്കുക. ഇതൊരുമാതിരി അടുക്കളക്കാരി പെണ്ണുങ്ങളുടെ സ്വഭാവമായി പോയി. ഏതായാലും നമുക്ക് നാളെ സംസാരിക്കാം. എനിക്കൊന്ന് കിടക്കണം, വല്ലാത്ത ക്ഷീണം. ഇവരെ ഒതുക്കേണ്ട സമയമായി. നാളെ തന്നെ നമ്മുടെ മന്ത്രിമാരുടെ യോഗം വിളിച്ചു കൂട്ടണം.